നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യമാണ് UDF രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ച അല്ലെങ്കിൽ കീറാമുട്ടിയായി മാറിയിരിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിൽ പാർട്ടിക്കുള്ളിൽ ഉയരുന്ന നേതൃത്വ പോരാട്ടങ്ങളും ഗ്രൂപ്പ് രാഷ്ട്രീയവും കോൺഗ്രസിന് ഗുണകരമല്ല എന്ന ആശങ്കകളും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന വിലയിരുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുമ്പോൾ വലിയൊരു വിഭാഗം പ്രവർത്തകരും സാധാരണ കോൺഗ്രസ് അനുകൂലികളും ഒരേ നിലപാടാണ് തുറന്നു പറയുന്നത്. VD സതീശനല്ലാതെ മറ്റാരും ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സ്വാഭാവികമായ തിരഞ്ഞെടുപ്പ് അല്ല. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ ജീവനോടെ നിലനിർത്തിയ മുഖമാണ് VD സതീശൻ. പിണറായി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി രാഷ്ട്രീയ പോരാട്ടം നടത്തിയതും ജനകീയ വിഷയങ്ങൾ തെരുവിൽ നിന്ന് നിയമസഭ വരെ ഉയർത്തിക്കാട്ടിയതും സതീശനായിരുന്നു. സ്വർണ്ണക്കടത്ത് മുതൽ AI ക്യാമറ, മാസപ്പടി, ഫോൺ, സാമ്പത്തിക പ്രതിസന്ധി, നിയമവിവാദങ്ങൾ തുടങ്ങി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നിരവധി വിഷയങ്ങളിൽ തുടർച്ചയായ ആക്രമണ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത് സതീശന്റെ നേതൃത്വമാണ്. കോൺഗ്രസ് ദുർബലമായി നിൽക്കുകയായിരുന്ന ഘട്ടത്തിൽ പാർട്ടിക്ക് പുതിയ ആത്മവിശ്വാസം നൽകാനും അണികളെ സജീവമാക്കാനും സാധിച്ചതും അദ്ദേഹത്തിനാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന തീരുമാനത്തിലെത്തുന്നതിന് മുന്നോടിയായി കോൺഗ്രസ് MLA-മാരുടെ മനസ്സറിയാൻ ഹൈക്കമാൻഡ് നിരീക്ഷകരെത്തി. മുതിർന്ന നേതാക്കളായ അജയ് മാക്കൻ, മുകുൾ വാസ്നിക് എന്നിവരാണ് ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 10-ന് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ യോഗം KPCC ആസ്ഥാനത്ത് ചേർന്നു. തുടർന്ന് MLA-മാർക്ക് നിരീക്ഷകരെ കാണാനുള്ള അവസരമുണ്ടാകും. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള അധികാരം കോൺഗ്രസ് പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയുള്ള പ്രമേയം യോഗത്തിൽ പാസാക്കും. MLA-മാരുടെ അഭിപ്രായം ചോദിക്കുമെങ്കിലും അത് മാത്രമല്ല മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് ആധാരം. പൊതുജനാഭിപ്രായം, ഘടകകക്ഷികളുടെ സ്വീകാര്യത, മുന്നണിയെ നയിക്കാനുള്ള കാര്യക്ഷമത, ഭരണപരിചയം തുടങ്ങി വിവിധ വശങ്ങൾ കണക്കിലെടുത്തായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനം. MLA-മാരായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുടെ പേരുകളും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിന്റെ പേരുമാണ് നേതൃത്വത്തിന് മുന്നിൽ ഉള്ളത്. MLA-മാരുടെ മനസ്സ് ചോദിക്കുന്നത് നിരീക്ഷകരുടെ മാത്രം സാന്നിധ്യത്തിലായിരിക്കണമെന്ന നിർദ്ദേശം VD സതീശൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം MLA-മാരുടെ കൂടിക്കാഴ്ചയിൽ ഒഴിവാക്കണമെന്നതാണ് ഈ ആവശ്യത്തിന്റെ പൊരുൾ. വിവരങ്ങൾ ചോരുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന്റെ ഭാഗമായതിനാൽ KC വേണുഗോപാലുമായി കൂടുതൽ അടുപ്പമുണ്ട് എന്നാണ് സതീശൻ പക്ഷത്തിന്റെ ആരോപണം. നിർഭയമായ അഭിപ്രായം രേഖപ്പെടുത്തിയാൽ ഭൂരിപക്ഷം പേരുടെ പിന്തുണ സതീശനുണ്ടാകുമെന്നാണ് അവരുടെ പക്ഷം. ഡൽഹി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന KC വേണുഗോപാലിനെ അപ്രതീക്ഷിതമായി കേരളത്തിലേക്ക് ഇറക്കി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങളിൽ വലിയ ആവേശമോ അംഗീകാരമോ ഉണ്ടാക്കില്ല എന്ന ആശങ്ക കോൺഗ്രസിനുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. കാരണം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നേരിട്ട് സാന്നിധ്യം അറിയിച്ച നേതാവെന്ന ഇമേജ് KC വേണുഗോപാലിന് ഇല്ല എന്നതാണ് വിമർശനം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഡൽഹിയിൽ നിന്ന് ഒരാളെ ആസ്ഥാന തീരുമാനം വഴി കേരള രാഷ്ട്രീയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് അണികളിൽ നിരാശയും അസ്വസ്ഥതയും സൃഷ്ടിക്കാമെന്ന ആശങ്കയും ശക്തമാണ്. സതീശനോട് കോൺഗ്രസ് അണികൾക്കിടയിലുള്ള സ്വീകാര്യത തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഘടകം. പാർട്ടി പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് പോലും കോൺഗ്രസിന്റെ ആക്രമണ മുഖമായി മാറിയ സതീശൻ യുവാക്കളിലും മധ്യവർഗ വോട്ടർമാരിലും വലിയ സ്വാധീനം നേടിയിട്ടുണ്ട്. പല സർവേകളിലും UDF അനുകൂലികൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് VD സതീശനെയാണെന്ന വിലയിരുത്തലുകളും പുറത്തു വന്നിരുന്നു. പാർട്ടിക്ക് വേണ്ടി പോരാടിയ നേതാവിനെ ഒഴിവാക്കി സംഘടനാ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിക്കുന്നത് അണികളുടെ വികാരത്തെ അവഗണിക്കാനാകുമെന്ന വിമർശനവും ശക്തമാവുകയാണ്. അതേസമയം കോൺഗ്രസിനുള്ളിലെ പഴയ ഗ്രൂപ്പ് രാഷ്ട്രീയം വീണ്ടും തലപൊക്കുന്നു എന്ന ആശങ്കയും ഈ ചർച്ചയ്ക്കൊപ്പം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പുറത്തേക്ക് പോകുന്നത് UDF-ന്റെ ഐക്യചിത്രത്തെ ദുർബലമാക്കും. LDF-നെതിരെ ശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിയ ഈ സമയത്ത് ആരാണ് മുഖ്യമന്ത്രി എന്ന ആഭ്യന്തര പോരാട്ടം കൂടുതൽ ശക്തമായാൽ അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി മാറും. കേരളത്തിലെ UDF-ന് അനുകൂല രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്ന ഈ സമയത്ത് ജനങ്ങളോട് നേരിട്ടിടപെട്ട് പോരാടിയ നേതാവിനെ മുന്നിൽ നിർത്തണോ അതോ ഡൽഹി രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ നീക്കങ്ങൾ നടത്തണോ എന്ന നിർണായക ചോദ്യത്തിന് മുന്നിലാണ് കോൺഗ്രസ്. എന്നാൽ പാർട്ടി അണികളുടെയും സാധാരണ ജനങ്ങളുടെയും വികാരം പരിശോധിക്കുമ്പോൾ ഉയരുന്ന മറുപടി വ്യക്തമാണ്. സതീശൻ തന്നെയാണ് സ്വാഭാവിക മുഖ്യമന്ത്രി മുഖം. ആ വികാരം അവഗണിച്ചുള്ള ഏതൊരു രാഷ്ട്രീയ നീക്കവും കോൺഗ്രസിന് ഗുണകരമാകില്ല എന്ന മുറവിളികളാണ് ഇപ്പോൾ ശക്തമാകുന്നത്.